ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ഞണ്ട് കറി വെച്ചാലോ. വളരെ എളുപ്പത്തിൽ നല്ല ചാറോടുകൂടി നാടൻ രീതിയിലൊരു ഞണ്ട് കറിയാണ് വയ്ക്കുന്നത്. വേറെ മസാലകൾ വലുതായിട്ടൊന്നും ഇല്ലാത്ത സാധാ നമ്മളെ നാടൻ ഞണ്ട് കറിയാണ് വയ്ക്കുന്നത്. ചോറിനോടെയും ചപ്പാത്തിയിട്ടൊക്കെ ചാറോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ 3 സവാള, ഒരു തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2-3 പച്ചമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം മതി. വേറെ മസാലകൾ വേറെ ഒന്നും വേണ്ട. എണ്ണ ചട്ടി അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കണം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില വേണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില, പുളി, ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ വേണം കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് വരുമ്പോൾ പറയാം കേട്ടോ. അങ്ങോട്ട് എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, അത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ സവാള 2 എടുത്ത്, മീഡിയം സവാള ഉണ്ടെങ്കിൽ 2 മതി കേട്ടോ. നമുക്കത് നല്ലോണം വാടി വരുമ്പോഴത്തേക്ക് പച്ചമുളക് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഈ പരുവത്തിന് ഇതുണ്ടോ. എന്നിട്ട് നമുക്കടുത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഉണ്ട്, ഇതേപോലെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. ഞാൻ ഇതിൻ്റെ ആ പാകത്തിനുള്ളൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് സ്പൂൺ അങ്ങോട്ടായിപ്പോയി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഇട്ടതാണ് കേട്ടോ. പിന്നെ മീൻ ഇത്തിരി കുറവാണ്, അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് മസാലകൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നമുക്ക് പൊടികളൊന്ന് മൂത്ത് വരുന്നതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരാനെ കൊണ്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ആ ഞണ്ട് കഴുകി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് അതിനകത്ത് നല്ലതുപോലെ അരപ്പ് പെരണ്ട് വരട്ടെ. അപ്പോഴാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഒഴിച്ചതിൻ്റെ ഇത് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഞാൻ അത് സ്കിപ്പായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ ഇട്ടത് ഇതിനകത്ത് സ്കിപ്പായിപ്പോയി, അതുകൊണ്ട് ഉപ്പ് പാകത്തിന് ചേർക്കുക. നമ്മളെ ഞണ്ട് കറി ഒരുവിധം പരുവായിട്ടുണ്ട്. അപ്പോഴിതാ പുളി വെള്ളം ഇത് മസ്റ്റായിട്ട് ചേർക്കണം. നമ്മളെ വാളംപുളിയില്ലേ, അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊരു കുഴമ്പ് പരുവായിട്ട് വരുമ്പം തേങ്ങ പിഴിഞ്ഞ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് തേങ്ങാപ്പാൽ മതി കേട്ടോ. അത് കുറുകുറാ തേങ്ങാപ്പാലൊന്നും വേണ്ട. നമ്മളല്ലാതെ ഒന്ന് ഞെവിടി പിഴിഞ്ഞെടുത്ത സാധാ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചിട്ട്, തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കറിക്ക് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് എരിയും പുളിയും ഉപ്പും എല്ലാം അതിനകത്തുണ്ടാവും. ഇളക്കി നമുക്ക് വൃത്തിക്ക് എടുക്കാൻ അടിപൊളി കറി ആയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. താങ്ക് യു.